നാം സ്വർഗം എന്ന വിഷയത്തെ അത്ഭുതമാക്കിയാണ് നാം ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയിലാണ് നാം ഇപ്പോൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി. അതുവഴി ഇനിയും നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ കയറി ഇറങ്ങി അവസാനം വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചെന്ന് എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണപ്പെടുന്ന സ്വർഗത്തെക്കുറിച്ച് നമുക്കറിയാം. ഷമായി എന്ന എബ്രായ പദം അർത്ഥമാക്കിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന 1-ാം അധ്യായത്തിലെ 1-ാം വചനം, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് ആകാശം, വിധാനം, ഇത് 1-ാം സ്വർഗത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് നാം പഠിപ്പാനിടയായി. ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗത്തെ കുറിച്ച് സങ്കീർത്തനം 11:4 നാം ചിന്തിപ്പാനിടയായി. അവിടെ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ടെന്നും കർത്താവിന്റെ സിംഹാസനം സ്വർഗത്തിലാണ് എന്ന് നാം ചിന്തിപ്പാനിടയായി. സ്വർഗത്തെ ദൈവത്തിന്റെ വാസസ്ഥലമായും അപ്പോൾ തന്നെ അതുല്യമായ വിശുദ്ധിയുടെയും മഹത്വത്തിന്റെയും ഒരു മണ്ഡലത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. സ്വർഗം ഒരു സ്ഥലം എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കുക, സ്വർഗം എന്താണ്? വിശുദ്ധിയുടെയും ദൈവത്തിന്റെ വാസസ്ഥലത്തിന്റെയും മഹത്വത്തിന്റെയും ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിന്റെയും മണ്ഡലമാണ് സ്വർഗം എന്ന് നാം ഗ്രഹിക്കുക. സങ്കീർത്തനം 11:4 പറയുന്നത് പോലെ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ ദൈവം നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സിംഹാസന മുറി സ്വർഗീയ ഭാഷയെ ഇവിടെ വ്യക്തമായി ചിത്രീകരിക്കുകയാണ്. ദിവ്യനീതി, പരമാധികാരം, ഇതെല്ലാം ഈ സ്വർഗീയ മണ്ഡലത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഘടകമാണ്. ആവർത്തന പുസ്തകം 26:15 വായിച്ചതുപോലെ ദൈവം തന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, ദൈവികതയും മനുഷ്യനും തമ്മിലുള്ള ഒരു വേർതിരിവാണ് ഇവിടെ ഊന്നിപ്പറയുവാനിടയാകുന്നത്. മനുഷ്യന് ഒരിക്കലും സ്വർഗത്തിൽ എത്താൻ കഴിയത്തില്ല. കാരണം മനുഷ്യൻ ഭൗമികമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന മനുഷ്യാത്മാവിൽ ക്രിയ കൊള്ളുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാധീനത്തെ രൂപപ്പെടുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ മനുഷ്യാത്മാവിൽ രൂപം കൊള്ളുന്ന ദൈവത്തിന്റെ ആത്മാവിൽ രൂപപ്പെടുന്ന ആ വിശേഷപ്പെട്ട ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുകയും അപ്പോൾ തന്നെ സൈത്താന്റെ ആത്മാവിനാൽ മനുഷ്യാത്മാവിൽ കുടികൊള്ളുന്ന രൂപപ്പെടുന്ന മറ്റൊരു ആത്മാവ് നരകത്തിലേക്ക് പോകുമെന്നും നാം ചിന്തിപ്പാനിടയായി. ഇത് വാസ്തവത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പ്രധാനമായി തിയോഫനി അഥവാ ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ വെളിപ്പാട് പ്രവാചകനെ യശയ്യാവ് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യശയ്യാവിൽ നമ്മൾ വായിപ്പാനിടയായി. അവിടെ എന്താണ് കാണുന്നത്? സർവശക്തനായ ദൈവത്തെ കുറിച്ച്, സിംഹാസനത്തെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച് പ്രവാചകനായ യശയ്യാവ് കാണുന്ന ദർശനം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഉന്നതവും മഹത്വവുമായ സ്വർഗീയ സിംഹാസനത്തിൽ ആരിയിരിക്കുന്നു? ദൈവം ഇരിക്കുന്നു. അവനെ സാറാബുകളും കെരൂബുകളും ദൂതന്മാരും ഒരുമിച്ച് നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അങ്ങനെ ദൈവിക മഹത്വവും ദൈവിക സ്വാന്നിധ്യവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. മനുഷ്യനായ പ്രവാചകനെ യെശയ്യാ പറയുന്നു, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ശുദ്ധിയില്ലാത്ത, അശുദ്ധിയും നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിങ്കൽ കടന്നു വരുവാൻ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിത്രമാണ്, ഒരു വേർതിരിവാണ്, ദൈവം മനുഷ്യൻ തമ്മിലുള്ള ഒരു വേർതിരിവാണ് ഇവിടെ കാണുവാൻ കഴിയും. അപൂർവമായിട്ടാണ് പഴയ നിയമ പുസ്തകത്തിൽ ചില പ്രിയപ്പെട്ട ദിവലാസന്മാർ സ്വർഗത്തിന്റെ ദർശനത്തെ കാണാൻ ഒരു ഭാഗ്യം ലഭിക്കുന്നത്. അതിൽ യശയ്യാവും പങ്കുചേരുകയാണ്. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിപ്പാനിടയായി. അപ്പോൾ തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു സത്യമുണ്ട്. സോളമൻ, ശലോമോൻ പോലും പറയുന്ന ഒരു പദമുണ്ട്. രാജാക്കന്മാർ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 27-ാം വചനം പറയുന്നു. എന്താണ് അവിടെ പ്രസ്താവിക്കുന്ന കാര്യം? സോളമൻ മനോഹരമായ ഒരു ആലയം പണിതു.
ആലയത്തിൽ ദൈവം യഥാർത്ഥത്തിൽ വസിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എത്രയോ നീണ്ട വർഷങ്ങൾക്ക് അവസാനമായി ഒരു ആലയം വന്നിരിക്കുക. നമുക്കറിയാം ദീർഘ വർഷങ്ങൾ, ഹല്ലേലൂയ, ആ ദീർഘ വർഷങ്ങളുടെ പണി ഈ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് പങ്കെടുത്ത് പണി നടത്ത ഈ ആലയം, മനോഹരമായ ഈ ആലയത്തിൽ ദൈവം വസിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്കറിയാം സ്വർഗത്തിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ദൈവം എങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ പണിത ആലയത്തിൽ വസിക്കുവാൻ കഴിയും? അപ്പം ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. ദൈവം സ്വർഗത്തിൽ വസിക്കുമ്പോൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആലയത്തിൽ എങ്ങനെ ദൈവത്തിന് വസിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. സ്വർഗം മഹത്തരമാണ്, ദൈവം അതിലും വലിയവനാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം, സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം ഒരിക്കലും കൈപ്പണിയായ ദേവാലയങ്ങളിൽ ദൈവമായിട്ട് വരുവാൻ കഴിയുകയില്ല എന്നിവിടെ വ്യക്തമാക്കിയ തിരുവചനത്തിന്റെ നടുവിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അബ്രഹാമിന്റെ സന്തതികൾ, ഉൽപ്പത്തി പുസ്തകം 22:17 പറയുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ പോലെ എണ്ണത്തിൽ പെരുകുമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, സ്വർഗം പലപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണത്തിൽ അധികമായി എണ്ണി തീർക്കാൻ പറ്റാത്ത നിലയിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ആകയാൽ പ്രിയമുള്ളവരെ, സ്വർഗം എന്ന് പറയുന്ന വിശാലവും വിസ്താരവും ദൈവീയ മഹത്വവും അധികാരവും ശക്തിയും വിശുദ്ധിയും നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മണ്ഡലം സിംഹാസനത്തിൽ വാണൊരുളുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിസ്താരമായി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ഭാഗം സ്വർഗമെന്ന് ഇവിടെ അവകാശപ്പെടുന്നു. അതിനാണ് തിരുവെടുത്ത് പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. അപ്പോൾ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട ഭൂമിയോട് കൂടെ തന്നെ സ്വർഗവും എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വിധാനം, ആകാശം, ഇത് ഒന്നാം സ്വർഗമായിട്ട് തിരുവെടുത്ത് ഓർമ്മിപ്പിക്കുക. അപ്പൊ പഴയ നിയമത്തിലെ സ്വർഗം വെറും ഒരു വിശുദ്ധ മന്ദിരമല്ലെന്നും ദൈവിക ന്യായവിധിയുടെ ഇരിപ്പിടം കൂടിയാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം 9:2, ആവർത്തന പുസ്തകം 28, 23, 24 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹല്ലേലൂയ, ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെയും ശാപങ്ങളെയും നടപ്പിലാക്കുന്നു എന്നുള്ളത്. അതായത് ആകാശ വിധാനങ്ങളിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്. നാം പാർക്കുന്ന ഈ ഭൂമിക്ക് മുകളിൽ വിധാനമാണ്. നാം പാർക്കുന്ന ഈ ഭൂമിക്ക് മുകളിൽ വിധാനം ആകാശമാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് തിരുവെടുത്ത് പഠിക്കുന്നവർക്കറിയാം. ദൈവം മഴ എന്ന അനുഗ്രഹത്തെ അടച്ചു കളഞ്ഞ സമയങ്ങളുണ്ട്. പകലിനെ രാത്രിയാക്കിയ സമയങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവം ആകാശത്തിൽ അഥവാ വിധാനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കാനും ആ അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി നൽകിത്തരുവാനും ഒന്നാം സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട് എന്ന് ഇവിടെ വ്യക്തമായി നമ്മളോട് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗം അത് വിശുദ്ധമാണെന്നും അതിര് കടന്നതാണെന്നും വേർതിരിക്കപ്പെട്ടതാണെന്നുള്ള 3 തലങ്ങളിലേക്ക് മാറുന്നു. നാം തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്: ഒന്നാം സ്വർഗ വിധാനമാണ്, ആകാശമാണ്. ഭൂമിക്ക് ഉപരിതലത്തിൽ നിന്ന്, നാം നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഓരോ നിമിഷവും ഓരോ തലങ്ങളും ഒന്നാം സ്വർഗത്തിന്റെ ഭാഗമായി മാറുകയാണ്. ആ ഒന്നാം സ്വർഗത്തിൽ എന്തെല്ലാമുണ്ട്? ദൈവത്തിന്റെ ശാപവും അനുഗ്രഹവും നിശബ്ദമാണ്. ഭൂമിയിൽ മനുഷ്യൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം അനുഗ്രഹം തന്നാൽ മാത്രമേ ഉള്ളൂ. ഒന്നാം സ്വർഗത്തിൽ നിന്നും ദൈവത്തിന് അനുഗ്രഹവും ശാപവും നൽകാൻ കഴിയുമെന്ന് തിരുവെടുത്ത് ഓർമ്മപ്പെടുത്തുന്നു. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, പഴയ നിയമത്തിൽ നീണ്ട വർഷങ്ങൾ മഴ പെയ്ച്ചിട്ടില്ല ദൈവം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നീണ്ട വർഷങ്ങൾ ഭൂമിയിൽ മഴ പെയ്ക്കാനിടയായി.
അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒന്നാം സ്വർഗത്തിൽ നിന്നും നിശബ്ദമായിരിക്കുന്നു എന്നും അത് ദൈവത്തിന്റെ അധികാരത്തിന്റെ പരിധിയിൽപ്പെട്ടതാണെന്നും വ്യക്തവും ശക്തവുമായിട്ട് ഇവിടെ തിരുവെടുത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി സുവിശേഷ ഭാഗങ്ങളിലേക്ക് പഠിക്കുമ്പോൾ യേശുവിന്റെ വരവോടുകൂടെ സ്വർഗം, അതായത് ദൈവത്തിന്റെ മഹത്വം കൂടെ കടന്നു വരികയാണ്. സിംഹാസനം അങ്ങ് വിദൂരമല്ലെന്നും യേശുവിലൂടെ ഒരു ദൈനംദിനമായ ഇടപെടൽ വർത്തമാന കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്വർഗം ഇവിടേക്ക് കടന്നു വരുന്നു എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. സ്വർഗം എന്ന് പറയുന്ന ഒരു വിശുദ്ധവും ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ പവിത്രമായ ഒരു അനുഗ്രഹത്തിന്റെ മണ്ഡലമാണെന്ന് വിശദീകരിക്കുമ്പോൾ അതിവിടെ ഭൂമിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിലൂടെ ഉദ്ഘാടനം ചെയ്യുവാൻ വീണ്ടും ഭൂമിയിലേക്ക് കടന്നു വരുന്നു. മത്തായി സുവിശേഷം ഇത് വ്യക്തമാക്കുന്നുണ്ട്. ബാസിലിയ ടോൺ ഔറനോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ദൈവം സ്ഥാപിതമായിരിക്കുന്ന സ്വർഗരാജ്യം അഥവാ സ്വർഗീയ അനുഭവം, യേശു വസിക്കുന്ന ഇടം, ദൈവം വസിക്കുന്ന ഇടം, അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് മാനസാന്തരം നിർബന്ധമാണെന്ന് ശക്തമായി പറയുന്നു. മനസ്സിനകത്തൊരു മാറ്റം, ധാർമ്മികമായി, മാനസികമായി, ആത്മീയമായി ഒരു മാറ്റം ഉണ്ടാകണം. ഭൂമിയിൽ നാം സമ്പാദിച്ചു വെച്ച അറിവുകൾക്കപ്പുറത്ത്, ഭൂമിയിൽ നാം നേടിയെടുത്ത അറിവുകൾക്കപ്പുറത്ത്, ഭൂമിയിൽ നാം നേടിയെടുത്ത നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് നമ്മുടെ മനസ്സിനകത്തൊരു രൂപാന്തരം ഉണ്ടാകണം. ഒരു വിശാലമായ സ്വർഗീയ കാഴ്ചപ്പാട്, ദർശനം നമ്മളിൽ ഉണ്ടാകണമെന്ന് ഈ സുവിശേഷ ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഓക്കെ, ഈ രാജ്യത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് യേശു കർത്താവ് വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്നു. അതിൽ സൗമ്യതയുണ്ട്, കരുണയുണ്ട്, വിശുദ്ധിയുണ്ട്, സമാധാനമുണ്ട് എന്നിങ്ങനെ ഗിരിപ്രഭാഷണത്തിൽ 5-ാം അധ്യായത്തിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ അക്കമിട്ട് യേശു കർത്താവ് പ്രസ്താവിച്ചു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദൈവം സഹായിച്ചാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോ അത് നമ്മൾ പഠിക്കും. അപ്പം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഭൂമിയിലെ സ്വർഗം അഥവാ സ്വർഗരാജ്യത്തിൽ മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് ഇവിടെ ശക്തമായി വിളംബരം ചെയ്യുമ്പോൾ അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന സവിശേഷത, ദിവ്യ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിയരെ പറഞ്ഞു തന്നത് സൗമ്യത, കരുണ, വിശുദ്ധി, സമാധാനം എന്നിങ്ങനെയുള്ള ദൈവരാജ്യത്തിന്റെ ധാർമ്മികത ഇവിടെ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ എന്ന് വ്യക്തവും ശക്തവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഓക്കെ, യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ പോലും പറയുന്നുണ്ട്. എന്താ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്ക്? സ്വർഗരാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ യുദ്ധ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായിയുടെ സുവിശേഷം 6:10 പറയുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ എന്തില്ല? ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണീരില്ല, വിലാപങ്ങളില്ല, പട്ടിണിയില്ല, പരിവർത്തനമില്ല, വഴക്കില്ല, ഒന്നും തന്നെ അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു രാജ്യം എവിടെ വരണം? ഭൂമിയിൽ വരണം. എങ്ങനെ സാധ്യമാക്കും? ദൈവത്തിന്റെ ശക്തിയാൽ, ആത്മാവിനാൽ സാധ്യമാകും. യേശു ക്രിസ്തു അതിന് വഴികാട്ടിയായി മാറിയിരിക്കുന്നു. വഴിയും സത്യവും ജീവനും ആരായി മാറി? യേശു ക്രിസ്തുവുമായി മാറി. യേശു ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഒരു തുറന്ന സ്വർഗ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യക്തമായി പറയുന്നു. സ്വർഗം ഇവിടെ ഉണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഈ സ്വർഗം നിലകൊള്ളുകയാണ് എന്നിവിടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, സ്വർഗം ഒരു ഭാവി പ്രതിഫലം മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. സ്വർഗം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെയുള്ള ഈ സ്വർഗം ഒരു സുപ്രഭാതത്തിൽ, ഒരു നിർണായ നിമിഷത്തിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന മറ്റൊരു ഘട്ടമുണ്ട്. മധ്യാകാശത്തിൽ യേശു കർത്താവിന്റെ വരവോടുകൂടെ ഇവിടെയുള്ള ഈ സ്വർഗത്തിന്റെ മനോഹാരിതയും മഹത്വവും ദൈവം സമ്പാദിച്ച ജനതയുമായി ഒരു സുപ്രധാനമായ ഒരു രംഗപ്രവേശനമുണ്ട് എന്നുള്ള സത്യം മറന്നുപോകരുത്. അതിനുശേഷം ഒരു 7 വർഷക്കാലം ഈ ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം പിന്നെ മില്ലേനിയം, സഹസ്രാബ്ദ വാഴ്ചയാണ്, 1000 ആണ്ട് വാഴ്ച. ആ സമയത്ത് പിശാചിനെ
അധോഭാഗങ്ങളിൽ ബന്ധിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ആ സ്വർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ നിലകൊള്ളുന്ന സ്വർഗം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം, അധോഭാഗങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പിശാചിനെ കുറച്ച് സമയത്തേക്ക് ദൈവം അഴിച്ചുവിടുകയും അങ്ങനെ ദൈവവും അന്ത്യകാല യുദ്ധം എന്ന് പറയുന്ന മഹത്തായ ഒരു യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഹർമഗദോൻ യുദ്ധം എന്നൊക്കെ പറയും. നമ്മൾ പിന്നീട് ആ മിലേനിയത്തിന് ശേഷം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന മഹായുദ്ധം, നമുക്കതിന് 3-ാം ലോകമഹായുദ്ധം എന്നോ 4-ാം ലോകമഹായുദ്ധം എന്നൊക്കെ നമുക്ക് വിശ്വസിക്കപ്പെടാം. എന്തായാലും ഒരു ലോകമഹായുദ്ധം മുമ്പിൽ വരുന്നുണ്ട്. അതിനുശേഷം പഴയ ഭൂമി നീക്കപ്പെടുന്നു. പുതുക്കി പണിത് പുതിയൊരു ഭൂമിയിലേക്ക്, യഥാർത്ഥമായ സ്വർഗം ഭൂമിയിൽ വാഴാൻ പോകുന്നു എന്ന ഒരു നിത്യമായ കാഴ്ചപ്പാട്, ദർശനം ഇവിടെ നിലകൊള്ളുകയാണ്. കുറച്ചു പേർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ചു പേർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി തുടർന്നുള്ള പഠനത്തിൽ അത് മനസ്സിലാകുവാൻ ഇടയാകും. അപ്പൊ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്: സ്വർഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ സംവിധാനങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ, ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ ശേഖരിക്കരുത്, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ ശേഖരിക്കുക. ഇവിടെ സ്വർഗം വിശ്വസ്തത, ജീവിതത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രതിഫലങ്ങൾ സുരക്ഷിതത്വം ശാശ്വതമാണെന്നും അങ്ങനെ ഒരു മണ്ഡലമുണ്ട് എന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ്. ഒരു പുനരുത്ഥാനമുണ്ടെന്നും ഒരു ദിവ്യ ന്യായവിധി ഉണ്ടെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഭൂമിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ, ഭൂമിയിലുള്ള സമ്പത്തിലേക്കും ഭൂമിയിലുള്ള എന്തൊക്കെ ഉണ്ടോ അതിലേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ചാടാകാതെ, ഹൃദയം മുച്ചു നോക്കാതെ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഉയരത്തിൽ നിക്ഷേപങ്ങൾക്കായി നാം അധ്വാനിക്കുവീനെന്ന് ഇവിടെ തിരുവഴുത്ത് ഓർമ്മിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ഇരുകള്ളന്മാരുടെ നടുവിൽ ഒരുവൻ പറയുന്ന ഒരു പദം എത്രയോ ശ്രദ്ധേയമാണ്: നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണം എന്ന് പറയുമ്പോൾ മോശക്കാരനായ വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ദർശനമുണ്ട് എന്നുള്ളതാണ്. ഒരു കൂട്ടർക്ക് ഇരുണ്ടടഞ്ഞ വഴി കാണുമ്പോൾ മറുവശത്ത് നീതിയുടെ വഴി കാണുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഈ ക്രൂശിലെ ഇരുകള്ളന്മാരിൽ ഒരു കള്ളനിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് കടന്നു വരുന്നവർ സമൂഹത്തിന്റെ നടുവിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ കാര്യങ്ങൾ ഇവിടുത്തെ ഒരുക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമ്പാദിച്ചെടുക്കേണ്ടത് ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകത്തിലേക്കാണ് നാം ഇന്ന് രാത്രിയിലും ചിന്തിക്കുന്നത്. യേശു കർത്താവിന്റെ ഉപമകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു കടുകുമണിയുടെ ഉപമ, മറഞ്ഞിരിക്കുന്ന നിധി, വിലയേറിയ മുത്ത്, അതുപോലെ വിവാഹ വിരുന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് ഉപമകളിലൂടെ സ്വർഗരാജ്യത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ദൈവത്തിനെത്താൻ നമ്മൾ ചിന്തിക്കും, പഠിക്കും. ഓക്കെ, അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് സ്ഥിരമാണോ എന്ന് ചോദിച്ചാൽ, അത് ഒരു പ്രത്യേകം മറഞ്ഞിരിക്കുന്ന സത്യമാണോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ എല്ലാം തിരുത്തിക്കൊണ്ടാണ് ഈ തിരുവെടുത്ത് നമ്മുടെ മധ്യത്തിൽ സംസാരിക്കുന്നത്. വിവാഹ വിരുന്നിന്റെ ദിവസത്തിൽ യേശു കർത്താവ് തന്റെ ഉപമ പ്രസ്താവിക്കപ്പെടുമ്പോൾ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ക്ഷണം നിരസിക്കുമ്പോൾ പുറത്തുള്ളവരെ സ്വാഗതം ചെയ്യുന്ന ഒരു ചിത്രം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തെ കുറിച്ചുള്ള ഈ ദർശനവും പ്രിയമുള്ളവരെ തിരിച്ചറിയണം, എത്രയോ ശ്രേഷ്ഠവും സമ്പന്നവും ഐശ്വര്യകരമായ ഒന്നാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ആളുകളെ സ്നേഹത്തിലും വിനയത്തിലും പ്രതികരിക്കണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്താണ്. അതുകൊണ്ട് കേവലം 3 നേരം 4 നേരം ശാപ്പാട് കഴിച്ച് ഉറങ്ങുന്ന ഒരു നിർവൃതിയിലേക്ക് മനുഷ്യൻ മാറരുത്. കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു വികാര ജീവിയായിട്ട് മനുഷ്യൻ മാറരുത്. മനുഷ്യൻ ഇവിടെ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഇവിടെ ഒരുപാട് ആത്മീയ അനുഭവങ്ങളിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള അഹംഭാവം എല്ലാം എടുത്തു മാറ്റിയിട്ട്, കർത്താവേ
കാരണം ഒന്നുമില്ല, ഏതുമില്ല. എനിക്ക് അങ്ങയുടെ സ്നേഹം ഒന്ന് ഗ്രഹിക്കണം, അങ്ങയുടെ മഹാത്മ്യം ഒന്ന് അറിയണം, അവിടുത്തെ പവിത്രമായ സാന്നിധ്യത്തിലേക്ക് എനിക്കൊന്ന് കടന്നു വരണമെന്നുള്ള ഹൃദയ വാഞ്ചയോടുകൂടെ വേണം നമ്മൾ കടന്നു വരുവാൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പ്രിയരെ ഞാൻ പോകാൻ പോകുകയാ, ഞാൻ പോയാൽ പെട്ടെന്ന് വരാം. പക്ഷെ ഇത് 2025 കൊല്ലമായി, ഇതുവരെയായിട്ടും വന്നില്ലല്ലോ. ഇത്രയും വർഷം നീണ്ടിട്ടും കർത്താവ് എവിടെ പോയി? ദൈവത്തിന് 2000 വർഷം എന്ന് പറയുന്ന ഒരു ദിവസം പോലെയാണ്. അത് ഒരു വലിയ മാർമിക വശമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഇനി ഒരു നീണ്ട വർഷം ഇനി മുമ്പിലുണ്ട്, ഇപ്പൊ ഒന്നും യേശു കർത്താവ് വരത്തില്ല എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഹൃദയത്തിൽ വരണ്ട. ദൈവവചനത്തിൽ നിവൃത്തിയാക്കേണ്ടത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ ഗൗരവമായ ഒരു സംഭവ വികാസങ്ങൾ ഭൂമിയിൽ ഇനിയുണ്ട്. അക്കമിട്ട് അത് തിരുവഴുത്ത് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മടങ്ങി വരാം. യേശു കർത്താവ് പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു. അപ്പൊ സ്വർഗത്തെ ഒരു കൊട്ടാരമായിട്ടോ ഒരു ക്ഷേത്രമായിട്ടല്ല ഇവിടെ വിവരിക്കുന്നത്, ഒരു ഭവനമായിട്ടാണ്. ഊഷ്മളവും അടുപ്പവുമുള്ള ഒരു അഭേദ്യ ബന്ധമാണ്, സ്വർഗീയ കൂട്ടായ്മയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ഈ ഒരു സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ഒരു ചിത്രമല്ല. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫറിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് വിശുദ്ധിയുടെയും അധികാരത്തിന്റെയും ഹല്ലേലൂയ ദൈവീയ സാന്നിധ്യത്തിന്റെയും ഒരു ഇരിപ്പിടമാണ് സ്വർഗം എന്നിവിടെ തിരിച്ചറിയുക. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് നിറവേറ്റപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? കരുണയിലേക്കും നീതിയിലേക്കും ന്യായത്തിലേക്കും സത്യത്തിലേക്കും താഴ്മയിലേക്കും വിനയത്തിലേക്കും വിധേയത്തിലേക്കും നമ്മൾ ഇവിടെ കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ സ്വർഗീയമായ ദിവ്യ മൂല്യങ്ങളിലേക്ക് മനുഷ്യൻ എന്നും മടങ്ങി വരുന്നു. ആ മനുഷ്യരെ ചേർക്കുവാനാണ് ആര് വരുന്നത്? നമ്മുടെ കർത്താവ് വീണ്ടും വരാം. അപ്പൊ ബന്ധങ്ങളിലെ അടുപ്പം ഇവിടെ ആവശ്യമാണ്. നീതിപൂർവകമായ ഒരു ജീവനം ഇവിടെ ആവശ്യമാണ്. ഭാവിയിൽ ദൈവത്തിന്റെ നിധിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, വിശുദ്ധ കാര്യങ്ങൾ കുറിച്ചുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിലെ വേർപിരിയൽ, അതിര് കടന്ന അവസ്ഥ, ഇതെല്ലാം വ്യത്യസ്തമായി യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒരു വേർതിരിവ് കാണിച്ചുവെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കി തരുമ്പോ ആ വേർതിരിവിനെ എല്ലാം മാറ്റി, ആ അതിര് കടന്ന പ്രതിഭാസത്തെ എല്ലാം മാറ്റി ഇവിടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വർഗം ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. യേശു ഉള്ളിടത്ത് സ്വർഗമുണ്ട്, യേശുവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് സ്വർഗമുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു തുറന്ന മാനസാന്തരം ആവശ്യമാണ്. താഴ്മയുടെയും വിനയത്തിന്റെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെയും കരുണയുടെയും വിശുദ്ധിയുടെയും മാനദണ്ഡത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ മനുഷ്യൻ മടങ്ങി വരണം. അവിടെയാണ് സ്വർഗത്തിലെ ശക്തി നിലവാരം ഇവിടെ വ്യക്തമാക്കുന്നത്. അതിന് മനുഷ്യൻ കഴിയാത്തിടത്തോളം കാലം അവനെ ഒരിക്കലും ഒരു ദൈവപൈതൽ എന്ന് സംബോധന ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഇവിടെ തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അത്രമാത്രം ശ്രദ്ധയേറിയതും വിലയേറിയതുമായ ഒന്നാണ് സ്വർഗമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മനുഷ്യൻ കേവലം മർത്യനായ മനുഷ്യൻ കേവലം കുറച്ചു നാള് ജീവിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളതല്ല. ഒരു കുടുംബമായി, ഒരു കുഞ്ഞുങ്ങളായി, ഒരു കംഫോർട്ട് സോണിലേക്ക് മാറുന്ന ആ പ്രതീതിയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ മനസ്സാക്ഷിയിലേക്ക് വരണം. മനുഷ്യൻ യഥാർത്ഥ ഹൃദയത്തിലേക്ക് വരണം. ദൈവം സൃഷ്ടിച്ച അകത്തെ മനുഷ്യൻ ആ നിലവാരത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഇവിടെ പണിതെടുക്കണം. ദൈവിക സാന്നിധ്യം ഇവിടെ രൂപം കൊള്ളണം. ദൈവിക ശക്തി ഇവിടെ വളരുവാൻ അനുവദിക്കണം. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികളുടെ സ്വഭാവം കടമെടുക്കരുത്. ജാതികളുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടരുത്. ജാതികൾ എങ്ങനെയായിരിക്കുന്നു അതേ നിലവാരവും ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്.
ഈ ഭൂമിയിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഈ ഭൂമിയിൽ മതത്തിന്റെ സ്വാധീനമുണ്ട്, ഈ ഭൂമിയിൽ മറ്റ് അനവധി സ്വാധീനമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ നിലകൊള്ളണമെന്ന് തിരുവെഴുത്ത് ശക്തവും വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ലോകത്തിലെ വാഴ്ചകളുടെയും ഈ ലോകത്തിലെ അധികാരത്തിന്റെയും ഈ ലോകത്തിന്റെ ശക്തിയുടെയും സ്വാധീനം ഒരിക്കലും ഒരു ദൈവ പൈതന്റെ ഹൃദയത്തിൽ നിലകൊള്ളുവാൻ ഇടവരരുത് എന്ന് ഇവിടെ ആവർത്തിച്ച് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. നമ്മൾ പഠിച്ചത് പഴയ നിയമ പുസ്തകങ്ങളിലൂടെയും സങ്കീർത്തനങ്ങള്, യേശു കർത്താവിന്റെ മത്തായിയുടെ സുവിശേഷ ഭാഗങ്ങള്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പൗലോസിന്റെ ലേഖനങ്ങളിലേക്കാണ്. അപ്പം പൗലോസിന്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സ്വർഗത്തെ കുറിച്ച് വീണ്ടും ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, 12-ാം അധ്യായം 2 മുതൽ 4 വരെ പൗലോസ് അവിടെ തന്റെ ജീവിതത്തിൽ നിഗൂഢമായ അനുഭവം വ്യക്തമാക്കിയാണ്. അദ്ദേഹം പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 വർഷം മുമ്പ്, തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ 3-ാം ഒരു സ്വർഗമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. 1-ാം സ്വർഗം പക്ഷികളൊക്കെ സഞ്ചരിക്കുന്ന ഹല്ലേലൂയ ആകാശത്തെ കുറിച്ച് പറയുമ്പോൾ, വിധാനത്തെ കുറിച്ച് പറയുമ്പോൾ, 2-ാം സ്വർഗം എന്ന് പറയുന്നത് കോസ്മോസ് അഥവാ നക്ഷത്രങ്ങൾ, അതുപോലെ സൂര്യചന്ദ്രാദികൾ നിലകൊള്ളുന്ന കോസ്മോസിന്റെ ബഹിരാകാശത്തെ കുറിച്ച് 2-ാം സ്വർഗം പറയുമ്പോൾ, 3-ാം സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്കപ്പുറത്ത്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനപ്പുറത്ത് ഒരു മഹത്തായ ഒരു സംഭവമുണ്ട് എന്ന് ഇവിടെ തിരുവെടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ന്റെ അധ്യായത്തിൽ തിരുവെടുത്ത് പഠിപ്പിക്കുന്ന 3-ാം സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവ് എത്തപ്പെട്ടു എന്ന് പറയുന്നു. പ്രിയരെ, വിശുദ്ധ കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. യഹൂദ പ്രപഞ്ച ശാസ്ത്ര പ്രതിഫലിപ്പിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്: ആദ്യത്തെ സ്വർഗം ആകാശവും, 2-ാമത്തേത് എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, നക്ഷത്രങ്ങളും, 3-ാമത്തേത് ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കി തന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും കടന്നു ചെന്നിട്ടില്ലാത്തൊരു മേഖലയാണ് 3-ാം സ്വർഗം എന്നത് ഒരു സത്യം മുന്നിൽ നിൽക്കെ പൗലോസ് പറയുന്നു, ചില അവർണ്ണനീയമായ, നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർക്കും പറയുവാൻ കഴിയാത്ത, അനുവാദമില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇത് സ്വർഗത്തിന്റെ രഹസ്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. പൗലോസിന്റെ എളിമയും സംയമനവും തന്റെ സ്വർഗീയ യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ ഒരു വെല്ലുവിളിയിലേക്ക് മാറുകയാണ്. അതിന് വ്യക്തമായി നാം പഠിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഹല്ലേലൂയ, വെളിപ്പാടിന്റെ ആധിക്യത്വത്താൽ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവന്റെ ശരീരത്തിൽ ഒരു രോഗം കൊടുത്തു, ഒരു ശൂലം കൊടുത്തു. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പോൾ മനുഷ്യന് നിഗളം വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ സ്വർഗമാണെന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞിരിക്കെ, ഞാൻ അത് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിലുള്ള ഈ രോഗമൊന്ന് മാറുവാൻ. പക്ഷെ ദൈവം പറയുന്ന ഒരു മറുപടി ഇതാണ്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ പൗലോസ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സത്യമുണ്ട്. അത് ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്നു, ഞാൻ 3-ാം സ്വർഗത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന എന്റെ ആത്മാവ് തിരിച്ചറിയുന്നു. എന്നെ സ്വർഗത്തിൽ എത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എന്റെ നിഗളം, ആ നിഗളത്തെ നീക്കേണ്ടതിന് എന്നെ ദൈവം നൽകിയിരിക്കുന്ന ഈ ശൂലം എന്റെ ബലഹീനതയാണ്. അത് തികഞ്ഞു വരുന്ന ഒരു ദൈവീയ ശക്തിയെ ഞാൻ ഇവിടെ ഗ്രഹിക്കുകയാണ്. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ചിത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം ഈ വേദപുസ്തകത്തിലൂടെ പൗലോസിന്റെ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
കാരണം സ്വർഗം എന്ന് പറയുന്ന വിശുദ്ധവും പവിത്രവും നിഷ്കളങ്കവും നിർമ്മലമായ ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യനെ എത്തിക്കണമെങ്കിൽ ഇവിടെ മനുഷ്യനായി മാറണം. അവനിൽ കടന്നു വരേണ്ടത് ദൈവത്തിന്റെ നീതിയാണ്, ന്യായമാണ്, സത്യമാണ്, വിശുദ്ധിയാണ്, കരുണയാണ്, താഴ്മയാണ് എന്ന് ആവർത്തിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ വളരണം. ഓക്കെ, ഇച്ചിരി വില കൊടുക്കേണ്ട കാര്യമാണ്. പൗലോസിന്റെ ലേഖനത്തിൽ, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 20-ാം വചനം വായിക്കുമ്പോൾ അവിടെ വേറൊരു പദം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക. നമ്മുടെ പൗരത്വം എവിടെയാണെന്ന് അറിയാമോ? പൗലോസ് അത് ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തിലാണ്. എവിടെയാ? സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വിശ്വാസികൾ ഇതിനകം സ്വർഗത്തിൻ്റെതാണെന്നും ക്രിസ്തുവിന്റെ തിരിച്ചു വരവിൽ അതിന്റെ പ്രത്യാശയോടെ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? പൗലോസ് പറയുന്നു ഫിലിപ്പിയർ ലേഖനത്തിൽ അന്നത്തെ റോമൻ കോളനിയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് അവകാശങ്ങൾ ലഭിക്കുന്നു, ഒരുപാട് ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ ലഭിക്കുന്നു. ഒരു വശത്ത് അത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് ഭയങ്കര കഷ്ടപ്പാടുകളും വേദനകളും ഉപദ്രവങ്ങളും പീഡകളും നടക്കുന്നു. അപ്പോൾ വിശ്വാസികളായ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പ്രിയരെ, നമ്മുടെ പൗരത്വം എവിടെയാണ്? അങ്ങ് സ്വർഗത്തിലാണ്. റോമൻ സാമ്രാജ്യം നൽകുന്ന അവകാശങ്ങളും സംരക്ഷണവും സുരക്ഷിതത്വവും ഒരു വശത്ത് നിൽക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന്മാർക്ക് വേദനകളും കഷ്ടതകളും പുറത്താക്കലും നേരിടുമ്പോഴും ആത്മാവ് ഇവിടെ സംസാരിക്കുന്ന ഒരു വചനമുണ്ട്. ഫിലിപ്പിയർ 3:20 എന്താണ് പറയുന്നത്? നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിലാണ്. അപ്പൊ ഇവിടെയുള്ള പൗരത്വത്തെക്കാൾ ഭൂമിയിലുള്ള അനുഗ്രഹത്തെക്കാൾ എത്രയോ അനുഗ്രഹവും വിശുദ്ധവും നിർമ്മലവും നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ ഒരു രാജ്യത്തെ, ഒരു സ്വർഗത്തെ, ഒരു അവകാശത്തെ ഇവിടെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. ഹലോ, വിശുദ്ധ കരങ്ങളെ ഒരിക്കലൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. അപ്പൊ പൊളേറ്റിയുമായി എന്ന് പറയുന്ന ഈ പൗരത്വ ഭൂമിയിലുള്ള ഭൗമികമായ അവകാശങ്ങളെക്കാൾ അപ്പുറത്താണ് എന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കും. എല്ലാവരും തയ്യാറാണോ സ്വർഗത്തിൽ പോകാൻ? ഹലോ, ആരൊക്കെ സ്വർഗത്തിൽ പോകും? സ്വർഗത്തിലേക്ക് ആരൊക്കെ കടന്നു വന്നു കഴിഞ്ഞു? അവിടുത്തെ സാന്നിധ്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് സ്വർഗീയ മൂല്യങ്ങളാകുന്ന വിനയവും സമഗ്രഗതയും സന്തോഷവും ഇവിടെ ദൈവ മക്കൾക്കിടയിൽ പ്രതിഫലിപ്പിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, കൊലോസ്യ ലേഖനം പഠിച്ചാട്ട് 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ എന്താണ് പറയുന്നത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ അവിടെ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അന്നു മുതൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. നിങ്ങളുടെ മനസ്സ് വചനം ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് പുതുക്കണം. ഭൗമിക കാര്യങ്ങളിലല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലേക്കുള്ളതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ഒന്ന് പുതുക്കണമെന്ന് ആ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമോ വേർപിരിയലോ അല്ല, മറിച്ച് സ്വർഗത്തിലെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണമെന്ന് ഇവിടെ പൗലോസ് ആഹ്വാനം ചെയ്യുക. മനുഷ്യൻ സദാസമയം ചിന്തിക്കുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ഇത് നശിച്ചു പോകുന്നതാണെന്നും ക്ഷണികമാണെന്നതും ഇത് തുരുമ്പിക്കുന്നതാണെന്നും ഇത് ഒരിക്കലും നിലനിൽക്കുന്നതല്ലെന്നുള്ള സത്യം ഓർമ്മിപ്പിച്ചിരിക്കെ പൗലോസ് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തുള്ള ആത്മീയ ഫലങ്ങളെ കുറിച്ച് ചിന്തിപ്പീൻ. സൗമ്യവും നിർമ്മലവും നിഷ്കളങ്കവും നീതിയും വിശുദ്ധിയും സത്യസന്ധതയുമായ ആ മഹത്വമേറിയ സ്വർഗീയ ഫലങ്ങളെ, ദിവ്യ മൂല്യങ്ങളെ കുറിച്ച് ചിന്തിപ്പീൻ. അധ്വാനിക്കുമീൻ, മനസ്സൊരുക്കുമീൻ. സ്വർഗം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഞാൻ വെറും ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ അതിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരികയാണ്.
ഈ കൊലോസ്യലേഖനം 3:3 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം വിശ്വാസിയുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഒരു മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ആരിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം പറഞ്ഞാട്ട് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, ക്രിസ്തുവിനോടുകൂടെ. അപ്പൊ ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് മറയുക, സ്വർഗീയ ശക്തിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, റോമാലേഖനം 8:18 പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ ശക്തി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ താരമില്ല എന്ന് നിങ്ങൾ കരുതണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തിരിച്ചറിയുക, പരീക്ഷണങ്ങളിലും കഷ്ടപ്പാടുകളിലും സ്വർഗത്തിന്റെ കുറിച്ചുള്ള ഒരു പ്രത്യാശ ഇവിടെ നൽകി തരികയാണ്. ഓക്കെ, സ്വർഗം ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവം തന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതായ ഒരു ഇരിപ്പിടമാണ്. അതിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ നടക്കാൻ പോകുകയാണ്. അതിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയോടുകൂടെ ആത്മീകം നിലനിൽക്കണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 1:3-4 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നവർക്കറിയാം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെയുള്ള ഒരു പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ അവിടെ വ്യക്തമാക്കുന്നു. എന്താണെന്ന് പറയാമോ? ഒരിക്കലും നശിക്കാത്തതോ നശിപ്പിക്കപ്പെടാത്തതോ മങ്ങാത്തതോ ആയ ഒരു അവകാശം സ്വർഗത്തിൽ നിങ്ങൾക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? അത് നശിക്കുന്നതല്ല, അത് നശിപ്പിക്കപ്പെടുന്നതല്ല, അത് മങ്ങുന്നതല്ല. അങ്ങനെ ഒരു ദിവ്യമേറിയ ഒരു അവകാശം സ്വർഗത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമുള്ളതാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. അത് വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയണം, കേവലം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മനുഷ്യ ജീവിതം മാറരുത്. കുറച്ച് ആഹ്ലാദിക്കാൻ, കുറച്ച് സന്തോഷിക്കാൻ, കുറച്ച് ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ഈ ലോകപരമായ നിലയിൽ നിലക്കുവാൻ വേണ്ടി ജാതികളെ പോലെ ആകരുത്. ഇവിടെ പണിതെടുക്കേണ്ട ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ആര് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും പാസ്റ്റർ ആയേക്കാം, പ്രീസ്റ്റ് ആയിരിക്കാം, വലിയ മോസ്റ്ററായിട്ട് റവറൻ ഡോക്ടറൊക്കെ ആയിരിക്കാം, വലിയ ശ്രേഷ്ഠരായ ആൾക്കാരായിരിക്കാം. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ഈ സ്വർഗം പണിയപ്പെടാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവം പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് യോഗ്യമായ ഒരു പ്രവേശനം ലഭിക്കുകയില്ല എന്ന് ഈ തിരുവെടുത്ത് സത്യമായി നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു സ്ഥാപിച്ചെടുത്തിരിക്കുന്ന ഭൂമിയിലെ സ്വർഗം തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അവിടേക്ക് ദൈവവചനം പറയുന്നു, കടന്നു വരുവീൻ, മാനസാന്തരപ്പെടുവീൻ, ജാതീയ ശക്തിയിൽ നിന്നും മടങ്ങി വരുവീൻ, മതത്തിന്റെ ശക്തിയിൽ നിന്നും മടങ്ങി വരുവീൻ, ഹല്ലേലൂയ, രാഷ്ട്രീയ സ്വാധീന ശക്തിയിൽ നിന്നും മടങ്ങി വരുവീൻ, നീതിക്ക് വേണ്ടി അധ്വാനിക്കുവീൻ, ആമേ സത്യത്തിനു വേണ്ടിയും ആമേ ധാർമ്മികത്തിന് വേണ്ടിയും സൗമ്യതയുടെയും കരുണയുടെയും ആത്മീയ ഫലങ്ങളുടെയും പ്രവൃത്തി ഈ മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെടുത്തുവീൻ. സ്ഥിരോത്സാഹം വെളിപ്പെടുത്തുവീൻ, സന്തോഷവും വിശുദ്ധിയും വെളിപ്പെടുത്തുവീൻ. ഇങ്ങനെ ഒരു മനുഷ്യന് കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവം ഒരുക്കിയിരിക്കുന്ന പൂർണ്ണമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഇവിടെ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ജീവനുള്ള ഒരു പ്രത്യാശ ദൈവമക്കളിൽ ഉണ്ടാകണം. ദൈവം തന്റെ രാജ്യത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതൊരിക്കലും നശിക്കാത്തതാണ്, നശിപ്പിക്കപ്പെടാത്തതാണ്, മങ്ങാത്തതാണ്. അതൊരു ശ്രേഷ്ഠമേറിയ അവകാശമാണ്. ഒരു സുരക്ഷിതത്വം നിലനിൽക്കുന്ന സ്വർഗം, മാറ്റമില്ലാത്ത സ്വർഗം വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ സത്യം ഇവിടെ വിളംബരം ചെയ്യാം. കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഏതൊരു ദൈവപൈതലും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ ആത്മാവിൽ ധാർമ്മികത, ആത്മാവിൽ സത്യം, ആത്മാവിൽ നീതി, ആത്മാവിൽ സ്വർഗീയ മൂല്യങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിന്റെ നടുവിൽ നാം ഒഴുകുവാനിടയാകണം. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മെ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവപൈതലും ആത്മാവിൽ ധാർമ്മികത തിരിച്ചറിയണം,
ആത്മാവിൽ സത്യം തിരിച്ചറിയണം, ആത്മാവിൽ വിശുദ്ധി തിരിച്ചറിയണം, ആത്മാവിൽ താഴ്മ തിരിച്ചറിയണം, വിനയം, വിധേയത്വം, നീതിപൂർവകമായ ദിവ്യ അനുഭവങ്ങൾ തിരിച്ചറിയണം, ആത്മീയ മൂല്യങ്ങൾ തിരിച്ചറിയണം. അതിന് എന്റെയും നിങ്ങളുടെ ആയുഷ്കാലത്തിന് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ പോലെ അധർമ്മ മനുഷ്യൻ വേറെ ആരുമില്ല. നമ്മളെ ദൈവം നോക്കി വിളിക്കുന്നത് എന്താണെന്നറിയാം? മൂഢ മനുഷ്യ, നീ ഭൂമിക്ക് വേണ്ടി കരുതി വെക്കുന്നു, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രത നീ കാണുന്നു, അത് വേണ്ടെന്നല്ല. എന്നാൽ അതിനപ്പുറത്ത് നീ ആത്മാവിൽ കാണേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. വിശുദ്ധി, നീതി, ധാർമ്മികത, താഴ്മ, കരുണ, വിധേയത്വ, സത്യസന്ധമായ ദിവ്യ മൂല്യങ്ങൾ, അതിൽ നീ പണിയാൻ എത്ര പേർക്ക് ആത്മാവിൽ തയ്യാറാണ്? ഇവിടെ രാജ്യത്തിൽ സംഭവിക്കുന്നത് ജാതീയ ഭിന്നതകളാണ്. ജാതീയ ഭിന്നതയാണ്. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഭിന്നത നടക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി വെച്ചേക്കുകയാണ്, ഓരോരോ മണ്ഡലം, ഓരോരോ തലങ്ങൾ. അതിനപ്പുറത്തോട്ട് മനുഷ്യന് ഹൃദയം കടന്നു ചെല്ലുന്നില്ല. എത്ര പേർക്ക് തങ്ങളുടെ ഹൃദയം സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് കടന്നു ചെല്ലുന്നു? എത്ര പേര് സമൂഹത്തിന്റെ നമ്മുടെ ഹൃദയം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നു? കറുത്തവനും വെളുത്തവനും വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്ത്, വംശീയത വേർതിരിക്കുന്ന കാലഘട്ടത്ത്, മതത്തിന്റെ ശക്തികൾ വേർതിരിക്കുന്ന കാലഘട്ടത്ത്, രാജ്യ ശക്തികൾ വേർതിരിക്കുന്ന കാലഘട്ടത്ത് മനുഷ്യൻ എങ്ങനെ സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ കഴിയും? യേശു കർത്താവിന്റെ ജീവിതം ശ്രദ്ധിച്ചു നോക്കുക. അവന്റെ ജീവിതം താഴ്മയുടെയും വിനയത്തിന്റെയും സൗമ്യതയുടെയും താഴ്മയുടെയും കരുണയുടെയും നീതിയുടെയും രാജ്യമായിരുന്നു അവൻ സ്ഥാപിച്ചെടുത്തത്. അവനിൽ രാഷ്ട്രീയ ശക്തികളില്ല, വംശീയ ശക്തിയില്ല, മതത്തിന്റെ ശക്തിയില്ല, ഈ ലോകത്തിലെ ക്ഷണികമാകുന്ന അറിവിന്റെ ശക്തിയില്ല. അവൻ ഉന്നതമായ ശക്തിയിലാണ് നിലകൊള്ളുന്നത് എന്ന് യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൂടെ ആഹാരം കഴിക്കുന്നവർ ആരാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ഇടപെടുന്ന ആളുകൾ ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ഒരു പാറ്റേൺ വിട്ട് അടുത്തൊരു തലത്തിലേക്ക് പോകാൻ നമ്മുടെ ഹൃദയം തയ്യാറാകുന്നുണ്ടോ? കുഷ്ഠരോഗികളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? വ്യഭിചാരികളും ദുർനടപ്പും നടക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? അവനോടൊപ്പം ആഹാരം കഴിക്കാൻ ഒരു മനസ്സുണ്ടോ? വിശക്കാരും ദരിദ്രരുമായിരിക്കുന്ന ഒരാളുകളുടെ ഒരു വലിയൊരു കൂട്ടം ചേരി പ്രദേശങ്ങളും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യനുമായിട്ടുള്ള സഹവസിക്കാനുള്ള ഒരു മെന്റാലിറ്റി പവർ നമുക്കുണ്ടോ? നമ്മൾ എവിടം വരെ ദൈവത്തിന്റെ രാജ്യം പണിയാൻ കഴിഞ്ഞു? ഇത്രയും കാലം കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് എന്തെല്ലാം കെട്ടുപണികൾ നാം ചെയ്തു കഴിഞ്ഞു? നമ്മുടെ സമൂഹത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ കടന്നു വരുന്ന വിചാര ചിന്തകൾ എന്താണ്? നമ്മളിൽ ലഭിച്ചിരിക്കുന്ന അറിവിന്റെ സമ്പാദ്യം എന്താണ്? ഇതൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണോ പ്രിയരെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മടങ്ങി വരാനും കൂടെ പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുക. നമുക്കെപ്പോഴും പൊങ്ങച്ചം പറയാനും വിമ്പിളക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരെ ധാർമ്മികതയിൽ നിന്ന് അകറ്റുവാനും ഈ സ്പിരിറ്റ് ഉള്ളിൽ ഉള്ളിടത്തോളം കാലം എങ്ങനെ സമൂഹത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങളെ കാണാൻ കഴിയും? നമ്മൾ ബുദ്ധിജീവികളാണ്, നമ്മൾ അഹങ്കാരികളാണ്, നമ്മൾ വലിയ ആളുകളാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളത്തിൽ എവിടെയെങ്കിലും കുമിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ എങ്ങനെ സമൂഹത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നിർജീവമായ ക്ഷണികമായ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം കൈമാറാൻ കഴിയും? ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് ചിന്തിച്ചു കൊള്ളുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഇതുവരെയും എത്തപ്പെടേണ്ടിടത്ത് എത്തിയില്ല എങ്കിൽ നമ്മൾ ഓടിയതോ അധ്വാനിച്ചതോ എല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് തിരുവറുത്ത് പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, പക്ഷെ ബിരുദു പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ. നോഹയുടെ കുടുംബത്തിൽ കേവലം 8 പേർ മാത്രമേ, ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർത്ത മില്യൺ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ലോകത്ത് ന്യായവിധിയുടെ കാലഘട്ടം വന്നപ്പോൾ, ജലപ്രളയം എന്ന മഹത്തായ ന്യായവിധിയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചൊരു കേവലം വെറും വിരലിലെണ്ണാനുള്ള ആളുകൾ മാത്രം. ആ ഒരു കാലഘട്ടം അന്ന് നടന്നെങ്കിൽ ഈ കാലഘട്ടത്തെ ഒന്ന് ചിന്തിച്ചാൽ മതി, ആരൊക്കെ സ്വർഗത്തിൽ പോകുമെന്നുള്ളത്.
നമ്മൾ മതം മുറുകെ പിടിച്ചുകൊള്ളുക, രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊള്ളുക, സാമുദായിക ശക്തികൾ മുറുകെ പിടിച്ചുകൊള്ളുക, ഈ ലോകത്തിലെ അറിവുകൾ മുറുകെ പിടിച്ചുകൊള്ളുക, പണം മുറുകെ പിടിച്ചുകൊള്ളുക, ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ മുറുകെ പിടിച്ചുകൊള്ളുക. പക്ഷേ സ്വർഗം എന്ന സത്യത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്നത് വിശുദ്ധിയാണ്, നിർമ്മലതയാണ്, താഴ്മയാണ്, അനുസരണമാണ്, ദൈവഗതം നിവർത്തീകരിക്കുക എന്നുള്ളതാണ്, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുക എന്നുള്ളതാണ്, വിശുദ്ധിക്കും വേർപാടിലേക്കും മടങ്ങി വരിക എന്നുള്ളതാണ്. ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരം എന്ന സത്യം ഇവിടെ മുഴങ്ങി നിൽക്കുന്നു, ഇവിടെ വിളംബരമായി നിലകൊള്ളുന്നു. അതിലേക്ക് മനുഷ്യത്വം മടങ്ങി വരണം. നാം എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത ഭരിക്കണം. നമ്മുടെ ഭൗതികമായ ശക്തികൾ ഇവിടെ കൊണ്ട് അവസാനിക്കും, ഭൗമിക ശക്തികൾ ഇവിടെ അവസാനിക്കും, ഈ ശരീരവും ഇവിടെ വിട്ടുപോകും. പക്ഷെ സുരക്ഷിതമാകേണ്ട ദൈവത്തിന്റെ ആത്മാവിനാൽ കടഞ്ഞെടുത്ത മറ്റൊരു ആത്മാവുണ്ട്, അത് മനുഷ്യാത്മാവാണ്. ആ മനുഷ്യാത്മാവിൽ ദൈവത്തിന്റെ നീതിയും സത്യവും വിശുദ്ധിയും നിർമ്മലതയും സൗമ്യതയും ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും നിക്ഷിപ്തമാക്കിക്കൊണ്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ, അതിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുവാൻ ആര് തയ്യാറാകും? അവർക്ക് വേണ്ടിയാണ് സ്വർഗമുള്ളത്. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മാവ് സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്? ഈ ലോകത്തിലെ ട്രാൻസ്ഫറിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ രൂപപ്പെടണം, ദൈവിക സാന്നിധ്യത്താൽ രൂപപ്പെടണം, ക്രിസ്തുവിനാൽ മറയപ്പെടണം, സ്വർഗരാജ്യത്തിൽ ലയിച്ചു ചേരണം. അതിന് ഈ ആയുഷ്കാലം എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവം പറയുന്ന പദം മുടാ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്ക്? മൂടാ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചാൽ നിന്റെ മതത്തിന്റെ ശക്തികൾ എവിടെ? നിന്റെ രാഷ്ട്രീയ ശക്തികൾ എവിടെ? നിന്റെ സമ്പത്തിന്റെ ശക്തികൾ എവിടെ? നിന്റെ ബന്ധത്തിന്റെ ശക്തികൾ എവിടെ? നിന്റെ ഫ്രണ്ട്സിന്റെയും സുഹൃത്തുക്കളുടെ ശക്തി എവിടെ? നിന്റെ സ്നേഹിതരുടെയും കുടുംബ ബന്ധങ്ങളുടെ ശക്തി എവിടെ? ആത്മാവെന്ന് പറയുന്ന ദൈവം നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് അത് ദൈവത്താൽ പണിയപ്പെടാനുള്ളതാണ്. യേശു ക്രിസ്തുവോടുകൂടെ സ്വർഗം ഇവിടെ വന്നുവെങ്കിൽ ആ സ്വർഗരാജ്യത്തിലേക്ക് എങ്ങനെ ഒരു വ്യക്തി കടന്നു വരണമെന്ന് ആത്മാവ് തുറന്ന സത്യത്തോടുകൂടെ സുവിശേഷങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്നും നാം അന്ധരായി തീരരുത്, ഇരുട്ടിലായിരിക്കരുത്. അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന്, അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവീൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക്, നീതിയിലേക്ക്, ധാർമ്മികതയിലേക്ക്, സത്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, മതമില്ലാത്ത, രാജ്യമില്ലാത്ത, വംശമില്ലാത്ത, വേർതിരിവില്ലാത്ത നിത്യമായ സ്വർഗത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിയിൽ ആരുണ്ട്? അവർക്ക് വേണ്ടിയാണ് സ്വർഗം.